എന്താ മനസ്സേ ചാനൽ പോയി ഞങ്ങളെ ചാനൽ പോയിട്ടോ പറയാനുസേ എനിക്ക് സങ്കടമില്ല ഈ ചേച്ചിക്കൊരു സങ്കടമില്ലട്ടോ നമ്മളെ ചാനൽ പോയി നമ്മളെങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനലായിരുന്നല്ലേ മോണിറ്റൈസ് ആവാനായപ്പോഴാണ് ചാനൽ പോയത് ഞങ്ങൾ എൻ്റെ ചെറിയ വീഡിയോസ് ഒക്കെ ഇല്ലേ കുഞ്ഞിലെ പറഞ്ഞു കൊടുക്ക് അതൊക്കെ പോയി പറ മോർണിംഗ് പറഞ്ഞതുപോലെ തന്നെ ചാനൽ പോയി ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ഐവിനലൈന വ്ളോഗ് എന്നായിരുന്നു വളരെ സങ്കടമുണ്ട് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കി പിന്നെ വ്യൂസ് കൂട്ടുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് എന്നിട്ട് ആ ചാനൽ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ശരിക്കും ഭയങ്കര സങ്കടമുണ്ട് പക്ഷേ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല സാധാരണ ഞങ്ങൾ ആ വ്ളോഗിൽ ആക്ടിങ്ങും പിന്നെ പാട്ടുകൾ അങ്ങനത്തെ ഞങ്ങളുടെ തമാശകളൊക്കെയാണ് ഇടാറുണ്ടായിരുന്നത് അങ്ങനെ ആയിട്ടുകൊണ്ടാണ് ഞങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കിയതും കുറച്ച് വ്യൂസൊക്കെ കൂടിയതും ഒക്കെ പിന്നെ അതിൻ്റെ സമയത്ത് ഞങ്ങൾ മോണിറ്റൈസ് ആവുമെന്നുള്ള ഭയങ്കര ഒരു പ്രതീക്ഷയായിരുന്നു കേട്ടോ മോളാണെങ്കിൽ എപ്പോഴും ചോദിക്കും മോണിറ്റൈസ് ആവാനായോ അമ്മേ പൈസ കിട്ടാനോ ആയോ അമ്മേ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റിലത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മോണിറ്റൈസ് ആവുക എന്തെങ്കിലും ഏൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു ഞാനും മക്കളുമാണ് അതിലുണ്ടാവാറ് വീഡിയോസ് ഇടാറുള്ളത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണേ തന്നെ അതിന് ഉള്ളിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ശ്രമിച്ചിട്ടാണ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുക ഒരു ഷോർട്ട് വീഡിയോ ആണെങ്കിലും അത് എത്രയോ ടേക്കൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുക അങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്നിട്ട് അത് മോണിറ്റൈസ് ആവാതെ തന്നെ മോണിറ്റൈസ് ആവാൻ കുറച്ചും കൂടെ കഴിഞ്ഞാൽ മോണിറ്റൈസ് ആവും എന്നുള്ള രീതിയിൽ എത്തിയപ്പോഴാണ് ചാനൽ ടെർമിനേറ്റ് ചെയ്ത് മെസ്സേജ് വന്നത് അതെങ്ങനെയാണെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇന്നലെ ചാനലിൽ കയറി നോക്കിയപ്പം അതിലിതാ ഇങ്ങനെയൊരു മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പേടിയാണ് എന്താണ് ചാനൽ ഇതിനു മുൻപ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം എൻ്റെ ചാനൽ പോകാനായി തോന്നുന്നു അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം തന്നെ അപ്പോൾ ഈ മെസ്സേജാണ് വന്ന് കിടക്കുന്നത് അപ്പോൾ ഈ മെസ്സേജ് ഞാൻ യൂട്യൂബ് തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് കാണുന്നു അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പിന്നെ കുറേ ചെക്ക് ചെയ്തു പിന്നെയാണ് ഈ മെയിൽ വന്ന് കിടക്കുന്നത് നിങ്ങളുടെ ഇത് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്ന് കിടക്കുന്നു പിന്നെ അതുപോലെ തന്നെ ചാനലിലും കാണുന്നുണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്തു വിട്ടു നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് മെസ്സേജും കണ്ടു അന്നപ്പോഴും നമ്മൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് ഈ അക്കിടി ആർക്കും പറ്റരുത് 5800 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടത് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിൽ കുറച്ച് കണ്ടൻറ്റ് എടുത്തിട്ട് ബിഗ് ബോസിലെ കണ്ടൻറ്റ് എടുത്തിട്ടപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്തത് നമുക്കറിയില്ല നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ആരുടെയെങ്കിലും അക്കൗണ്ട് കയറിയിട്ട് അല്ലെങ്കിൽ ആരുടെ യൂട്യൂബ് ചാനലിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന വീഡിയോസ് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്തൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും അത് അപ്ലോഡ് ചെയ്യും അത് കോപ്പിറൈറ്റ് ഒന്നും കാട്ടിയിട്ടില്ല എൻ്റെ ഒരൊറ്റ വീഡിയോസിന് പോലും കോപ്പിറൈറ്റ് കാണിച്ചിട്ടില്ല കോപ്പിറൈറ്റ് കാണിക്കാതെ തന്നെ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും കോപ്പിറൈറ്റ് കാണിക്കുന്നില്ല അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ കോപ്പിറൈറ്റ് കാണിക്കും എന്നുള്ളൊരു ധാരണയാണ് എനിക്കുണ്ടായിരുന്നത് അത് നിങ്ങൾക്കുണ്ടോയെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ അത് എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് ആ ധാരണ തെറ്റാണ് കോപ്പിറൈറ്റ് ഒന്നും കാണിക്കാതെയാണ് എൻ്റെ ചാനൽ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടത് എന്നിട്ട് എല്ലാവരോടും പറയാണ് അവനവൻ്റെ കണ്ടൻറ്റ് തന്നെ എടുത്തിട്ട് അനുഭവം കൊണ്ട് പറയുകയാണ് ഇത്രയും കാലം ഞാൻ എൻ്റെ കണ്ടൻറ്റ് തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത് നോക്കുമ്പം ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം ബിഗ് ബോസിലെ കുറച്ച് കണ്ടൻറ്റുകൾ എൻ്റേതായ ശൈലിയിൽ ഞാൻ ഇടാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ എന്താണ് എൻ്റെ ചാനൽ ടെർമിനേറ്റ് ചെയ്തു ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോഴാണ് ഞാനിട്ട ഓരോ വീഡിയോസും അതാണ് വെച്ചാൽ ലേക്ക് കണക്കിന് വ്യൂസും ഉണ്ടായിരുന്നു അപ്പോൾ ആ ലേക്ക് കാണുമ്പോൾ ഞാൻ ഓൾറെഡി എന്ത് ചെയ്യും അടുത്ത ബിഗ് ബോസിലെ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ ഇതൊക്കെ എൻ്റെ ചാനൽ ടെർമിനേറ്റ് ചെയ്യാൻ ഒരു കാരണമായി എല്ലാ വീഡിയോസിൻ്റെയും പല വീഡിയോസിൻ്റെയും കണ്ടൻറ്റ് വന്നത് എനിക്ക് മെയിൽ ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ പറഞ്ഞ് ഓരോന്ന് വന്ന് എന്തൊക്കെ റീസൺ ആണെന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബിഗ് ബോസ് നന്നായി പണി തരും ഒരിക്കാൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും ബിഗ് ബോസിൻ്റെ കണ്ടൻറ്റ് എടുത്തിരുന്നതിനെ കൊണ്ട് തന്നെ വീഡിയോ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവുമെന്നുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അന്നപ്പോഴും ഞാൻ എൻ്റെ നാത്തൂനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എൻ്റെ ചാനൽ ടെർമിനേറ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ എങ്കിലും എനിക്കൊരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇതുവരെ എൻ്റെ കണ്ടൻറ്റുകൾക്കൊന്നും അല്ലെങ്കിൽ ഇടുന്ന ഒരു വീഡിയോയ്ക്ക് പോലും കോപ്പിറൈറ്റ് വന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു ഒരു സമാധാനം പക്ഷേ അതൊന്നും ചെയ്യാതെ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് എൻ്റെ ചാനലിൽ പോയി വളരെ സങ്കടമുണ്ട് ഇനിയിപ്പം ഈ അടുത്ത ചാനൽ ഇതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാമെന്നല്ലാണ്ട് ഒന്നും പറയാനില്ല ഇനി ആർക്കും ഈ അക്കടി പറ്റരുതെന്നാണ് പറയാനുള്ളത് താങ്ക് യു ഫോർ വാച്ചിങ്